അങ്ങനെ ആടിയും പാടിയും പ്രണയിച്ചും കലഹിച്ചും പേമാരിയായി പെയ്തിറങ്ങിയ ഒട്ടനവധി അഭിനയ മുഹൂർത്തങ്ങളിൽ നിന്ന് മലയാള സിനിമാ പ്രേക്ഷകർ ആഘോഷമാക്കിയ ഏതാനും മണിമുത്തുകൾ പെറുക്കിയെടുത്ത് കോർത്തിണക്കി ഡി തിയേറ്റേഴ്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു വ്യത്യസ്ത കലോപഹാരം. നാളെയാണ് താലിമംഗലം. Hello, madam. Welcome to Ooty. Nice to meet you. എന്റെ മേക്ക് തൊടരുത് കൊരങ്ങൻ. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? തനിക്ക് എന്താ വേണ്ടേ? താൻ ആരാ? അപ്പൊ എന്നെ കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ? എനിക്കും തോന്നി ഈ നാട്ടിൽ ഞാനില്ലാതെ ഒരു കല്യാണം പോലും നടക്കില്ല. ഓ, ബ്രോക്കർ ആണല്ലേ? എന്നെ ബ്രോക്കർ എന്ന് മാത്രം വിളിക്കരുത് മാഡം. ഐ എം എ മാരേജ് സിംബിൾ. ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്റെ ജോലി. ഓഹോ, അത്രയ്ക്കും എടുക്കനാണോ? എന്നാ എനിക്കൊരു പയ്യനെ കണ്ടുപിടിച്ചതാ. കുറെ നാളായി ഞാനൊരാളെ തപ്പിക്കൊണ്ടിരിക്കുക. എനിക്ക് അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഒന്നുമില്ല. നല്ല ഉദ്യോഗവും പഠിപ്പും സംസ്കാരവും ഉള്ള ഒരാളായിരിക്കും. അതിനാണോ ഈ നാട്ടിൽ പഞ്ഞം? ഈ പയ്യനൊന്ന് നോക്കി. സംസ്കാരം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്നുവെച്ചാൽ എനിക്ക് സംസ്കാരം ഇല്ലെന്ന് അല്ലെ? മതി, സത്യം. വിരോധം അല്ലെങ്കിൽ എന്നോട് പകയില്ല, വെറുപ്പില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല? ഉണ്ടല്ലോ. ഞാൻ ഫാൽക്കൺ പ്രൊഡക്ഷന്റെ ഒരു ഉദ്യോഗസ്ഥനാണ്. പേര് TP ബാലഗോപാലൻ MA. ചോദിച്ചില്ല. വേണ്ട, പറഞ്ഞതേ ഉള്ളൂ. പറയുന്നതെന്താ? കുട്ടിയുടെ പേരെന്താ? സമയമാകുമ്പോ അറിയിക്കാം. ആള് വലിയ തമാശക്കാരിയാണല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നവർക്ക് പറ്റാ. ആദ്യം കണ്ടപ്പോ ഭയങ്കര ഗൗരവക്കാരിയാണെന്ന് എന്റെ വിചാരിച്ചത്. ഇപ്പൊ നോക്കുമ്പോ ഭയങ്കര സെൻസിറ്റീവുള്ള പാർട്ടി. ഇത് ശരിയാവില്ല. കാര്യം പഠിപ്പും വിവരമൊക്കെ ഉണ്ട്. പക്ഷെ ഇയാള് ഒരുമാതിരി പെണ്ണുങ്ങളുടെ പുറകെ നടക്കണ പോലെ. ഓഹോ, അങ്ങനെയാണല്ലേ? ഒരു സ്റ്റൈലൻ പയ്യനുണ്ട്, നല്ല തറവാടിയാ. റേബാൻ ഗ്ലാസ് ഒക്കെ വെച്ചേ നടക്കൂ. പക്ഷേ കണക്കിന് ഇതിന് പിന്നിലായതുകൊണ്ട് അപ്പനുമായിട്ട് അത്ര രസത്തിലല്ല. പിന്നെ ഒരു ഗുണമുണ്ട്, പെണ്ണുങ്ങളുടെ പറയാൻ നടക്കുന്ന പരിപാടി അവന്. റൊമാൻറ്റിക് ആയുള്ള ആളെയൊക്കെ മതി. റൊമാൻസ് നമുക്ക് നോക്കാം. ഒരു ഓട്ടോക്കാരൻ സുധിയുണ്ട്, CI ഉണ്ണികൃഷ്ണനുണ്ട്, നമ്മുടെ ഗാഥാജാമിന്റെ മുതലാളി. അല്ലേ വേണ്ട, യവനെ ഒന്ന് നോക്കിയേ. വലിയ ജോലിയൊന്നും പറയത്തക്കതായിട്ടില്ല, ഒരു മെക്കാനിക്കൽ. പക്ഷെ ഇവനെ പോലൊരു റൊമാൻസ് വേറെ കാണത്തില്ല. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ, ആരോടും പറയരുതീ പ്രേമത്തിൻ
മുൻപേ മാമുനി ഉണരും മുൻപേ ഹൃദയത്തിൻ തന്തികളിൽ ശാകുന്തളമുണരുമ്പോൾ ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ. ആൻസ് ഒക്കെ കൊള്ളാം. പക്ഷേ എന്റെ സ്വപ്നത്തില് കുറച്ചും കൂടെ തമ്പുരാൻ ലുക്കൊക്കെയുള്ള കുറച്ചുകൂടെ പൗരുഷമുള്ള ഒരാളാണ്. ഹോ, പൗരുഷമുള്ള എത്ര പേരാ ഉള്ളത്. അതിനെ കണ്ടായിട്ട് കിടക്കേ. മംഗലശ്ശേരി നീലകണ്ഠൻ, മേലേത്തുടി ജയകൃഷ്ണൻ, പൂവള്ളി ഇന്ദുചൂടൻ, നെയ്യാറ്റിൻകര ഗോപൻ. അല്ലെങ്കിൽ വേണ്ട, മൂക്ക് പറ്റിയൊരു തമ്പുരാൻ ഇവിടെ ഉണ്ട്. ആരാ ആരാ ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കന. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഓ സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചുകളിക്കാരിയാ. ദേ, ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലേക്കൊണ്ടേ അതിനുള്ള മറുപടി ഉണ്ടുമായ പറയണില്ല. അടിച്ചുകളിക്കാരി കോലത്ത് തമ്പുരാട്ടിയാടോ മാഷേ? അതേതാ ടീച്ചറെ? ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. കണ്ടാലും പറയും ഒരു തമ്പുരാൻ. കോലോമാൻ ചാട്ട ബാല്യക്കാരനാ ആയിരിക്കും. മൂർത്തിയെക്കാളും വലിയ ശാന്തിയുള്ള കാല. മുന്നിന്ന് മാറുക തമ്പുരാൻ. അയ്യോ, ഇതൊരുമാതിരി അങ്കമാലിയിലെ പ്രധാനമന്ത്രിനെ പോലെ. ഇതൊന്നും ശരിയാവില്ല. എത്ര നേരായി തുടങ്ങിയിട്ട് എത്ര പേരെ കണ്ടു. തനിക്ക് പണി അറിയില്ലെങ്കിൽ പറയണോ? എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. എന്റെ ദൈവമേ, ഇതിന് വട്ടായെന്നാ തോന്നുന്നേ. കൊച്ചേ, ഈ അസുഖം നേരത്തെ ഉള്ളതാണോ? ഓ, ഞാൻ ഇങ്ങനൊക്കെ തന്നെയാ. യവളെ തളയ്ക്കാൻ ഡോക്ടർ സണ്ണിക്കേ പറ്റൂ. അവനെ വിളിക്കാം. അവന്റെ നമ്പർ എന്തുവായിരുന്നു? 2255. ഹലോ, അപ്പോഴേക്കും എത്തിയോ? എന്റെ സണ്ണിക്കുട്ട, നീ ഇത് എവിടുന്ന് വരുന്നു? ശബരിമലയിൽ വെറും ഇന്ദ്രജാലം. നീ ഹൈദരാബാദിനെ വിളിക്കുന്നു, നമ്മുടെ പഴയ അവറാച്ചൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അവറാച്ചൻ ബാംഗ്ലൂർ വിളിക്കുന്നു രാമേന്ദ്രനെ. നിന്റെ പ്രശ്നം ഞാൻ അറിയുന്നത് മദ്രാസ് ഫ്ലൈ വെച്ച്. ആരാത്? ഇതാണ് നീ പറഞ്ഞ പേഷ്യൻ. ஒரு முறை வந்து பார்த்தாயா, ஒரு முறை வந்து பார்த்தாயா, நீ ஒரு முறை வந்து பார்த்தாயா, என் மனம் நீ அறிந்தாயோ, திருமகள் துன்பம் தீர்த்தாயா, அன்புடன் கையணைத்தாயோ, உன் பெயர் நித்தமிங்கு அன்பே அன்பே நாதா, உன் பெயர் நித்தமிங்கு
തജം തകജം അങ്കനമാ മൗലി മണി തിങ്കളാസെ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസക മൊഴികൾ നൽകി ദേവി മാണിക്യവാസക മൊഴികൾ നൽകി ദേവി ഇളങ്കോവടികൾ ശീലം നൽകി. പൊരഞ്ഞു നോക്കിയിട്ട് ഒന്നും ശരിയാവില്ല. മാട്രിമോണിയൽ സൈറ്റിലൊക്കെ ഒന്ന് കയറി നോക്കാം, അവിടെ ആരെങ്കിലും കിട്ടാതിരിക്കില്ല. ഒരു വല്ലം പൊന്നും പൂവും കരിനീലച്ചാലും കണി കാണാൻ കുന്നി നിന്നും തിരുവോടിപ്പാവും മടകാളി പെട്ടി നിന്നും മണ്ണിയിൽ ചാത്തീര തുളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം. ഒരു വല്ലം പൊന്നും പൂവും കരിനീലച്ചാലും കണി കാണാൻ കുന്നി നിന്നും തിരുവോടിപ്പാവും. ഇത് കൊള്ളാം, എന്നാലും ഒന്ന് രണ്ട് പ്രൊഫൈൽ കൂടെ നോക്കാം. പാടവരം പോരം ചാഞ്ചാടും കതിരണി മണിമയിലും നീയോ മാറിമുകിൽ തേരിൽ പോരുന്നു മണിമഴവില്ലൊളിയോ നീയോ എന്നുള്ളോരം തുള്ളാൻ വാ നെയ്യാമ്പലേ എന്നുള്ളോരം തുള്ളാൻ വാ നെയ്യാമ്പലേ തൂമുത്താരം ചാത്താൻ വാ ചെന്താമരേ ഇനി രാവിലൂരാകെ ആരേകി പുറക്കാരൻ മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം നാണം കുഞ്ഞു ഞാനാട്ടും നിറമാറിൽ ചെല്ലം ചെല്ലം താളം. ആഹാ, ഇത് ഡാൻസും ഉണ്ട്, റൊമാൻസും ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തൊരു കൺഫ്യൂഷനാ. ദേ വേറൊന്ന്, ഇതോടെ നോക്കിയേക്കാം. കസ്തൂരി 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 എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ. മച്ചാനെ പൊന്നു മച്ചാനെ ഇങ്കിരി മാറപ്പൂ അലരാൻ മോഹം പട്ടുടുത്ത് പൊട്ടുതൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങി കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ. മച്ചാനെ പൊന്നു മച്ചാനെ ഇങ്കിരി മാറപ്പൂ അലരാൻ മോഹം അങ്ങനെ കൺഫ്യൂഷൻ ഒക്കെ തീർന്നു. എനിക്കൊരാളെ ഭയങ്കര ഇഷ്ടമായി. അയ്യോ പ്ലീസ് പോലെ എന്നോട് ഇഷ്ടമുണ്ടല്ലോ. ഇഷ്ടമാണ് എങ്ങനെ മനസ്സിലായി മെനക്കെടുത്താ പോച്ചാ. എനിക്ക് പ്രേമിക്കാൻ തോന്നുന്നു. ഓഹോ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോ തുടങ്ങിയതാണ് യാസോ. വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് കുളിച്ചാൽ മതി, എല്ലാം പോകും. എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞത് എനിക്ക് പ്രേമിക്കണം തോന്നുന്നു. അയ്യോ നിന്ന് പ്രേമിച്ചോ? കാല് കഴിക്കുമ്പോ വേണമെങ്കിൽ ഇരുന്ന് കൂടെ പ്രേമിച്ചോ.